കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ തലോടുന്ന സാഹചര്യത്തിൽ അവർ നമ്മുടെ കൈകളിലോ മുഖത്തോ എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുന്നു, അതായത് ലിക്ക് ചെയ്യുന്നു, അതായത് നമ്മളെ നക്കുകയും നമ്മുടെ ശരീരത്തിൽ നക്കുകയും എന്ന് വെച്ചാൽ അവരെ നാക്കുകൊണ്ട് നമ്മുടെ ദേഹത്ത് നക്കുമ്പോൾ ചിലപ്പോൾ ആ ഇതുകൊണ്ട് ചില മുറിവുകൾ ഉണ്ടാകാൻ സാഹചര്യം കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്നാൽ നമ്മളൊരു 15 മിനിറ്റ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് ആ ഭാഗം വൃത്തിയായിട്ട് കഴുകുക. അതായത് 15 മിനിറ്റ് നല്ല, അതായത് ഒഴുകുന്ന വെള്ളമാണെന്ന് ഉദ്ദേശിക്കുന്നത്, പൈപ്പ് വെള്ളം, അതായത് റണ്ണിങ് വാട്ടർ. നമ്മൾ ചെറിയൊരു പോറൽ, അതിൻ്റെ പല്ല് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നഖം കൊണ്ട് ചെറിയൊരു പോറലുണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ചെറിയൊരു പോറലല്ലേ, സാരമില്ല, നമുക്കിതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കാറ്റഗറി നമ്പർ 1 പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ വാഷ് ചെയ്യണം. അതിൻ്റെ കൂടത്തിൽ നമ്മൾ കുത്തിവെപ്പ് എടുക്കണം. അത് കുത്തിവെപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു തന്നെ കൃത്യമായിട്ട് കുത്തിവെപ്പ് എടുക്കണം. അപ്പം നല്ല വൂണ്ട്, അതായത് നല്ല ലാസ്ട്രേറ്റ്, അതായത് ഡീപ്പായിട്ടുള്ള വൂണ്ട് കടിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പട്ടി കമ്മുമാണ്. അതായത് ഈ പറയുന്ന റോഡിൽ നടക്കുന്ന പേവിഷബാധയുള്ള പട്ടികൾ, സാധാരണ പട്ടികൾ, തെരുവ് നായ്ക്കൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ മറ്റേ ചാനലുകളിലും മറ്റുമൊക്കെ കുട്ടികളെ ഓടിച്ചിട്ട് അവർ മാന്തുകയും കടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇതാണ് കാറ്റഗറി നമ്പർ 3 വരുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളാണെങ്കിൽ തന്നെയാണെങ്കിലും ഈ പട്ടിയും പൂച്ചയും മാത്രമല്ല, സകലവിധ നമുക്ക് വിഷമേക്കാവുന്ന എല്ലാ മൃഗങ്ങളും, അതായത് മൃഗങ്ങൾ, വവ്വാലുകൾ പോലുള്ള സാധനങ്ങൾ, കുരങ്ങുകൾ, ചിലപ്പം നാട്ടിൻപ്രദേശത്ത് വനപ്രദേശത്തൊക്കെ ആദ്യം താമസിക്കുന്ന കുരങ്ങുകളൊക്കെ ഉണ്ട്, അവരും ഇതുപോലെ തന്നെ കടിച്ചു കഴിഞ്ഞാൽ വിഷമേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ 3 കുത്തിവെപ്പുകൾ 2 തരമുണ്ട്. അതായത് സാധാരണ നമ്മൾ കുത്തിവെപ്പ് എടുക്കുന്ന വാക്സിനേഷൻ എടുക്കുന്ന ഒരു കുത്തിവെപ്പുണ്ട്. അതിൻ്റെ കൂടത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ കൂടെ എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് 5 ഡോസ് ഉള്ളതുകൊണ്ട് 4 ഡോസ് ഉള്ളതുകൊണ്ട്, അതായത് ഇൻട്രാഡെർമലാണ്. അത് IDRV എന്ന് പറഞ്ഞൊരു വാക്സിനേഷനാണ്, ഇൻട്രാഡെർമൽ റാബിസ് വാക്സിനാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് 0 ഡോസ്, 3, 7, 28 4 ഡോസുകൾ വരുന്ന ഡോസുകളോടി വരുന്നുണ്ട്. അതായത് നമ്മുടെ മെയിൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കകത്ത് വരുന്ന മെയിൻ വാക്സിനേഷൻ അതാണ് IDRV എന്ന് പറയുന്നത്. അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ സെപ്പറേറ്റ്, അതായത് ആ കുത്തിവെപ്പ് മുറിവുണ്ടായതിൻ്റെ ചുറ്റുവട്ടം മൊത്തത്തോടെ ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ നമ്മളതിനകത്ത് എടുക്കുന്നത്. അതായത് അതിന് സപ്പോർട്ടീവായിട്ട് എടുക്കുന്നതാണ്. മറ്റു വൈറസുകൾ, അതുണ്ടാകുന്ന വൈറസുകൾ ഇതിനകത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞത് എടുക്കുന്നത്. അതായത് ഡീപ്പ് വൂണ്ട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് എടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഇൻട്രാഡെർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊലിപ്പുറത്താണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമെന്ന് പറഞ്ഞത് മസ്കുലർ, അതായത് കൈക്കകത്ത് നമ്മുടെ കൈയുടെ ഭാഗത്ത് എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. വട്ടക്സിൽ ആരും ഇഞ്ചക്ഷൻ എടുക്കത്തില്ല. അതായത് വട്ടക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുറംഭാഗത്ത് ഈ വാക്സിനേഷൻ ആരും എടുക്കത്തില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മൊത്തം 5 ഡോസാണ്. അതായത് 0, 3 മരണകാരണമായ ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ യഥാസമയത്തുള്ള പ്രഥമ ചികിത്സയും പ്രതിരോധ കുത്തിവെപ്പും കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കുന്നതാണെന്ന് എനിക്കറിയാം. രോഗബാധിതരായ പൂച്ച, പട്ടി, കുരങ്ങ്, വവ്വാൽ എന്നിവ സ്രവങ്ങളിലൂടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ, പോറൽ, മാന്തൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കുമെന്നും അപ്പോൾ തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റ് കഴുകുകയും എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തി പ്രതിരോധ കുത്തിവെപ്പും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റു ചികിത്സകളും സ്വീകരിക്കുമെന്ന് ഞാൻ ബോധവാന്മാരാണ്. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ്